ഇങ്ങനെ പഠിച്ചാൽ ഇത് മറക്കൂല എന്ന സീരീസിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ട മറ്റൊരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് വന്നിരിക്കുന്നത്. ഇലക്ട്രോളിസിസ് ഓഫ് അലുമിന. ഈ ഒരു കെമിക്കൽ റിയാക്ഷനാണ് മനസ്സിലാക്കേണ്ടത്. അതിനോടൊപ്പം തന്നെ ഇവിടെ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ്, കോൺസെപ്റ്റുകളെല്ലാം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഭാഗത്ത് നിന്ന് ഏത് ചോദ്യങ്ങൾ എങ്ങനെ വന്നാലും നിങ്ങൾക്ക് എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ വളരെ ഈസി ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ശ്രദ്ധിച്ച് കേൾക്കുക. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ എല്ലാവരും താഴത്തെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ ഇടുന്ന കമൻറ്റുകൾക്ക് മാക്സിമം ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ലൈക്കിൽ തീർച്ചയായും ഒരു ലൈക്ക് എൻ്റെ കൂടെയാണ്. ക്ലാസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് പരിഗണിക്കാം. മാക്സിമം ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യുക. ഇങ്ങനെ പഠിച്ചാൽ ഇത് മറക്കൂല എന്ന സീരീസ് ഗംഭീരമായി തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമേ കൂടുതൽ വീഡിയോസ് ഇടാനുള്ള എനിക്കൊരു പ്രചോദനം ഉണ്ടായിരിക്കുള്ളൂ. നിങ്ങൾ ആരും അത്ര തന്നെ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ലൈക്കോ എഫക്റ്റീവായിട്ട് കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്കും അടുത്തൊരു വീഡിയോ ഇടാൻ ചെറിയൊരു മടി ഉണ്ടാവും. ഉള്ള കാര്യം പറയാമല്ലോ അല്ലേ? അപ്പോൾ നിങ്ങളത് ഏറ്റെടുക്കുകയാണെന്ന് പറയുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ഒരു സന്തോഷം കാരണം എനിക്ക് വേഗം ഒരുപാട് വീഡിയോസ് ഇടാനും ഒരുപാട് ട്രിക്ക് കണ്ടുപിടിക്കാനൊക്കെ എനിക്കൊരു തോന്നൽ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു പ്രചോദനം എന്ന് പറയുന്നത് നിങ്ങളുടെ കമൻറ്റിലൂടെയും ലൈക്കിലൂടെയുമാണ്. തീർച്ചയായും നിങ്ങൾ അത് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിലൂടെ കിടക്കുകയാണ്. ഇങ്ങനെ പഠിച്ചാൽ ഇത് മറക്കൂല. എങ്ങനെ പഠിച്ചാലാണ് ഇത് മറക്കൂല എന്ന കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് നോക്കാം. ഇലക്ട്രോളിസിസ് ഓഫ് അലുമിന. അലുമിന എന്ന് പറഞ്ഞാൽ Al2O3 ആണ്. എന്താണ്? Al2O3. ഇതിന് മുന്നിലുള്ള പ്രോസസ്സ് എല്ലാം കഴിഞ്ഞുകൊണ്ട് അവസാനം വന്നിരിക്കുന്ന Al2O3യിൽ നിന്ന് ഈ ഓക്സിജനെ എടുത്ത് കളയുന്ന പ്രോസസ്സ് മാത്രമാണ് നമ്മളിവിടെ പഠിക്കുന്നത്. സാധാരണ ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞാൽ ഒരു ബീക്കർ ഉണ്ടായിരിക്കും, മീൻസ് ഒരു കണ്ടെയ്നർ ഉണ്ടായിരിക്കും. കണ്ടെയ്നറിൽ ഒരു ഇലക്ട്രോലൈറ്റ് ഉണ്ടായിരിക്കും. അതിനകത്തോട്ട് കറണ്ട് കടത്തിവിടാൻ 2 ഇലക്ട്രോഡ് ഇറക്കി വെച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? അതിൽ ഒരു ഇലക്ട്രോഡ് പോസിറ്റീവ്, മറ്റേ ഇലക്ട്രോഡ് നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ അങ്ങനെയേ അല്ല. എടുക്കുന്ന കണ്ടെയ്നർ മെറ്റൽ കണ്ടെയ്നറാണ്. പാത്രം എന്ന് പറയുന്നത് മെറ്റലാണ്. ആ മെറ്റലിലാണ് നമ്മൾ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് കൊടുക്കുന്നത്. ബാറ്ററിയുടെ നെഗറ്റീവ് കൊടുക്കുന്നത് ആ കണ്ടെയ്നറിലാണ്. നോക്കിക്കേ, കണ്ടെയ്നറിൽ മുഴുവനായിട്ട് എന്ത് ചാർജാണ്? നെഗറ്റീവ് ചാർജാണ്. പിന്നെ നമ്മൾ എടുക്കുന്ന ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ Al2O3 ആണ്. Al2O3യിൽ നമ്മൾ ക്രയോലൈറ്റും കൂടെ ചേർക്കും. അത് പറഞ്ഞു തരാം. ഈ Al2O3ലോട്ട് നമ്മൾ കറണ്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ എടുക്കുന്ന ലിക്വിഡ് എന്തായിരിക്കും? Al2O3യും ക്രയോലൈറ്റും കൂടെ ചേർന്നതാണ്. ഇനി ഇതിൽ ഇറക്കി വെക്കുന്ന ഇലക്ട്രോഡുകൾ നോക്കിക്കേ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും, സാർ 2 ഇലക്ട്രോഡുകളല്ലേ ഇത് സാധാരണ ഇറക്കി വെക്കുക, ഒന്ന് ആനോഡും ഒന്ന് കാഥോഡും. ഇവിടെ നോക്കിക്കേ 5-6 ഇങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഈ പിക്ചറിൽ തന്നെ 5 ഉണ്ട്. അതിനെല്ലാവർക്കും ഒരേ ചാർജ് ആണല്ലോ സാർ? അതെ, ഇതിലോട്ട് ഇറക്കി വെക്കുന്ന എല്ലാ ഇലക്ട്രോഡുകൾക്കും ഒരേ ചാർജാണ്, പോസിറ്റീവ് ചാർജാണ്. ഇറക്കി വെക്കുന്ന എല്ലാ റോഡും കാർബൺ റോഡാണ്. എല്ലാം കാർബൺ റോഡുകളാണ്. ഈ എല്ലാവരെയും ഒരുമിച്ച് അങ്ങോട്ട് കണക്ട് ചെയ്യുന്നത് ബാറ്ററിയുടെ പോസിറ്റീവിലോട്ടാണ്. നെഗറ്റീവ് ചാർജ് എവിടെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ടാങ്കിലുമാണ്. ഓക്കെ, ടാങ്ക് ആണ് നെഗറ്റീവ് ചാർജ് ഫുള്ളായിട്ടായിട്ട് മാറുന്നത്. ടാങ്ക് മുഴുവനായി നെഗറ്റീവ് ചാർജ് ആയിട്ട് മാറും. അതുകൊണ്ടുള്ള മെച്ചം എന്താണെന്നുള്ള കാര്യം എല്ലാം ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ അതിന് മാത്രമല്ല, അതിൽ മുക്കി വെച്ചിരിക്കുന്ന ഇലക്ട്രോഡുകൾ എന്ന് പറഞ്ഞാൽ എല്ലാം കാർബൺ റോഡുകളാണ്. മാത്രമല്ല അവരെല്ലാവർക്കും പോസിറ്റീവ് ചാർജാണ്. എടുക്കുന്ന ഇലക്ട്രോലൈറ്റിന്റെ പ്രത്യേക നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് Al2O3 മാത്രമല്ല അതിലുണ്ടായിരിക്കുക, ക്രയോലൈറ്റ് കൂടെ ഉണ്ടായിരിക്കും. എന്താണ് ക്രയോലൈറ്റ് എന്ന് പറഞ്ഞാൽ? Na3Al F6 മോളിക്കുലാർ ഫോർമുല ചോദിക്കും. ക്രയോലൈറ്റിന്റെ മോളിക്കുലാർ ഫോർമുല Na3Al F6 ആണ്. ഈ ക്രയോലൈറ്റ് ചേർക്കുന്നത് എന്തിനാണ്? Al2O3യിൽ ക്രയോലൈറ്റ് ചേർക്കുന്നത് എന്തിനാണ് എന്നുകൂടെ ചോദിക്കും. അതുകൂടെ അറിഞ്ഞിരിക്കണം. അതാണ് ഇവിടെ യെല്ലോ കളർ ഞാൻ കൊടുത്തിരിക്കുന്നത്. ദ്രവണാങ്കം കുറയ്ക്കുക അഥവാ മെൽറ്റിംഗ് പോയിന്റ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് ലിക്വിഡാക്കി മാറ്റാൻ പറ്റുക. Al2O3യെ കുറച്ചും കൂടെ വേഗത്തിൽ ലിക്വിഡാക്കി മാറ്റാൻ വേണ്ടി നമുക്ക് എന്ത് ചേർക്കേണ്ടതുണ്ട്? Na3Al F6 എന്ന് പറഞ്ഞാൽ ക്രയോലൈറ്റ് ചേർക്കുന്നത്. മാത്രമല്ല Al2O3 എന്ന് പറഞ്ഞാൽ കറണ്ട് കടത്തിവിടാനുള്ള കഴിവ് കുറവായിരിക്കും. ഇവനെയും കൂടെ ചേർത്തുമ്പോൾ കറണ്ട് കടത്തിവിടാനുള്ള കഴിവ് കൂടും, അവൻ്റെ കണ്ടക്ടിവിറ്റിയും കൂടും. ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒന്ന് ദ്രവണാങ്കം കുറയ്ക്കുക അഥവാ മെൽറ്റിംഗ് പോയിന്റ് കുറയ്ക്കുക, മറ്റൊന്ന് ഇതിൻ്റെ കണ്ടക്ടിവിറ്റി കൂട്ടുക, കറണ്ടിന്റെ പ്രവാഹത്തിന്റെ വേഗത കൂട്ടാൻ വേണ്ടിയിട്ടുള്ള സാധനം. ഓക്കെ, വൈദ്യുത ചാലകത വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കും. ഇവിടെ നടക്കുന്ന റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. ഇതിൽ കറണ്ട് കൊടുത്ത ഉടനെ തന്നെ ഇത് വിശ്രമിക്കും. ഈ Al2O3 എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? വിശ്രമിക്കും. വിശ്രമിക്കുന്നു പറഞ്ഞാൽ ചുമ്മാ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ് കേട്ടോ. ഇതിലിപ്പോൾ വിശ്രമിക്കുക എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാവുക? കറണ്ട് കൊടുത്ത ഷോക്ക് അടിച്ചു, 2 വെവ്വേറെ ആയിട്ട് മാറി. Al2O3 എന്ന് പറയുന്നതിൽ കറണ്ട് കൊടുത്ത ഉടനെ തന്നെ അലുമിനിയം വേറെ മാറി, ഓക്സിജൻ വേറെ മാറി. അലുമിനിയത്തിന്റെ ചാർജ് എന്താണ്? Al3+ ആണ്. Al3+ ആണ്. അപ്പോൾ Al3+. എത്ര Al3+കൾ ഉണ്ടാവും? 2 അലുമിനിയം അല്ലേ ഉള്ളത്. അപ്പോൾ ഇവിടെ 2 Al3+കൾ ഉണ്ടാകും. അപ്പോൾ ഈ ലിക്വിഡിൽ മുഴുവൻ കുറേ Al3+കൾ ഉണ്ടാവും. പ്ലസ് ഓക്സിജന്റെ ചാർജ് എന്താണ്? ഓക്സിജൻ എന്ന് പറഞ്ഞാൽ സാധാരണ ഓക്സിജന്റെ ചാർജ് -2 ആണ്. O2-. അങ്ങനത്തെ എത്ര ഓക്സിജൻ ഒരു Al2O3 എന്ന് വരും? ഒരുത്തരിൽ നിന്ന് 3 ഓക്സിജനാണ് പുറത്തോട്ട് വരും അല്ലേ? അപ്പോൾ നോക്കിയേ, Al2O3യിൽ കറണ്ട് കൊടുത്ത ഉടനെ തന്നെ 2 Al3+കൾ ഉണ്ടാവും, 3 O2- ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് കണ്ടെയ്നറിന്റെ മൊത്തം മുഴുവൻ ഇപ്പോൾ ഒരുപാട് Al3+കളും ഒരുപാട് O2- ഉണ്ടായിരിക്കും. അതിൽ നെഗറ്റീവ് റോഡിലോട്ട് ആരാണ് പോവുക, പോസിറ്റീവ് റോഡിലോട്ട് ആരാണ് പോവുക? നിങ്ങളൊന്ന് പറഞ്ഞേ.
ഇത് ഇവന്റെ ചാർജ് പോസിറ്റീവ് ചാർജാണ്. ഇവൻ ഉറപ്പായും പോസിറ്റീവിന്റെ അടുത്ത് പോകില്ല. കാരണം പോസിറ്റീവ് വികർഷണമാണ്, റിപ്പൽഷനാണ്. ഇവൻ നെഗറ്റീവ് ചാർജാണ്. ഈ നെഗറ്റീവ് ചാർജ് ഉള്ളവൻ ഒരിക്കലും നെഗറ്റീവിലോട്ട് പോകില്ല. കാരണം നെഗറ്റീവ് റിപ്പൽഷനാണ്, വികർഷണമാണ്, അങ്ങോട്ടും പോകില്ല. അപ്പോൾ പിന്നെ എങ്ങോട്ടാ പോവുക? ഈ പോസിറ്റീവ് പോകുന്നത് നേരെ നെഗറ്റീവിലോട്ടും ഈ നെഗറ്റീവ് പോകുന്നത് നേരെ പോസിറ്റീവിലോട്ടും പോകും അല്ലേ? നോക്കണേ, Al3+ എന്ന് പറയുന്നത് ഇവൻ നേരെ പോകുന്നത് നെഗറ്റീവിലോട്ടാണ്. നെഗറ്റീവിൽ പോയിട്ട് എന്താ സംഭവിക്കുക നോക്കിക്കേ. Al3+ എന്ന് പറയുന്നവൻ, Al3+ന്റെ മീനിങ് എന്താ? 3+ ഉള്ളവൻ, കാരണം അവന്റെ കയ്യിൽ 3 ഇലക്ട്രോൺ ഓൾറെഡി പോയി. 3 ഇലക്ട്രോൺ അവന്റെ കയ്യിൽ കുറവാണ്. Al3+ എന്ന് പറഞ്ഞാൽ 3 ഇലക്ട്രോൺ അവന്റെ കയ്യിൽ കുറവാണ്, അവന്റെ കയ്യിൽ ഇല്ല. അവൻ എന്താ ചെയ്യുക? നേരെ നെഗറ്റീവ് റോഡിലോട്ട് പോയിട്ട് അവിടെ നിന്ന് ഇലക്ട്രോണുകളെ വാങ്ങിക്കും. എത്ര ഇലക്ട്രോണുകളെയാണ് വാങ്ങിക്കുക? 3 ഇലക്ട്രോണിലെ അവന് വേണ്ടത്. അപ്പോൾ അവൻ 3 ഇലക്ട്രോണുകളെ വാങ്ങിക്കും. എന്നിട്ട് പഴയതുപോലെ Al ആയിട്ട് മാറും. Al3+ എന്ന് പറഞ്ഞാൽ അവന്റെ കയ്യിൽ ഇപ്പോൾ 3 ഇലക്ട്രോൺ കുറവാണ്. 3 ഇലക്ട്രോൺ കുറവായിട്ടുള്ള Al3+ നേരെ പോകുന്നു നെഗറ്റീവിലോട്ട്. ആ നെഗറ്റീവ് അവിടെ പോയിട്ട് എത്ര ഇലക്ട്രോണിനെ എടുക്കും? 3 ഇലക്ട്രോണിനെ എടുത്തിട്ട് പഴയ പോലെ തന്നെ ഹാവ് എന്ന് പറഞ്ഞുകൊണ്ട് Al ആയിട്ട് മാറുന്നു. Al ആയിട്ട് മാറി. റെഡി. ഇനി O2- എവിടെയാ പോവുക? എന്താ സംഭവിക്കുക നോക്കിക്കേ. O2- നേരെ പോകുന്നത് പോസിറ്റീവിലോട്ടായിരിക്കും. O2- മീനിങ് എന്താ? 2- എന്ന് പറഞ്ഞാൽ അവന്റെ കയ്യിൽ 2 ഇലക്ട്രോൺ കൂടുതലാണ് അല്ലേ? ഇലക്ട്രോണിന്റെ അവന്റെ കയ്യിൽ എക്സസ് ആയിട്ട് കൂടുതലായിട്ട് ഉള്ളത് കൊണ്ടല്ലേ അവന് മൈനസ് ചാർജ് വന്നത്. അവന്റെ കയ്യിൽ 1 ഇലക്ട്രോണും ഇല്ല എങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഇലക്ട്രോൺ ആണെങ്കിൽ O, 1 ഇലക്ട്രോണും കൂടെ വാങ്ങിച്ചാൽ O-, 1 ഇലക്ട്രോണും കൂടെ വാങ്ങിച്ചാൽ O2-. O2- മീനിങ് ഓക്സിജന്റെ കയ്യിൽ 2 ഇലക്ട്രോൺ ഇപ്പോൾ ഉണ്ട്. തലന്റെ മുകളിൽ 2 ഇലക്ട്രോൺ ഇപ്പോൾ എക്സ്ട്രാ ഉണ്ട്. ആ എക്സ്ട്രാ ഉള്ള 2 ഇലക്ട്രോണിനെ അവൻ എന്ത് ചെയ്യും? വിട്ടുകൊടുക്കും. 2 ഇലക്ട്രോണുകളെയാണ് വിട്ടുകൊടുക്കുക. ഒരു O2- എത്ര ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കും? 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കും. ആരോ മാർക്കിന്റെ റൈറ്റ് സൈഡ് വേണം ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്ന എഴുതാൻ. ഓക്കെ, ഒരു O2- 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുമെങ്കിൽ 2 O2- എത്ര ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുമെന്ന് പറഞ്ഞ് ബാലൻസ് ചെയ്യാനാണ്, എണ്ണം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതുന്നത്. ഒരു O2- 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കും. അപ്പോൾ 2 O2- എത്ര ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കും? 4 ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കും. ഓക്കെ, 4 ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കും. നോക്കുക, 4 ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തു. എന്നിട്ട് 2 ഓക്സിജൻ എവിടെ നിന്ന് കിട്ടുക? ഒരു O2- 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ എന്തായിട്ട് മാറും? O ആയിട്ട് മാറും. തൊട്ടപ്പുറത്ത് കിടക്കുന്ന O2- ഇതുപോലെ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ O ആയിട്ട് മാറും. ഓയും കൂടെ ചേർന്ന് O2 ആയിട്ട് മാറും. റെഡി. ഓയും കൂടെ ചേർന്ന് എന്ത്? O2 ആയിട്ട് മാറി. മനസ്സിലാക്കുക, ഒരു O2- 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് O ആയിട്ട് മാറും. വീണ്ടും അപ്പുറത്തുള്ള O2- 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തുകൊണ്ട് O ആയിട്ട് മാറും. ഓയും കൂടെ ചേർന്ന് O2 ആയി. ഇവൻ വിട്ടുകൊടുത്ത 2 ഇലക്ട്രോൺ കാരണം ടോട്ടലായി 4 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു. ഇതാണ് റിയാക്ഷൻ. പോസിറ്റീവിലും നെഗറ്റീവിലും നടക്കുന്ന റിയാക്ഷൻ ഇതാണ്. ഓക്കെ, അപ്പോൾ എപ്പോഴും Al3+ പോസിറ്റീവ് ചാർജുള്ള എങ്ങോട്ടാണ് പോവുക? നെഗറ്റീവിലോട്ടാണ് പോവുക. നെഗറ്റീവ് ചാർജുള്ള എങ്ങോട്ടാണ് പോവുക? പോസിറ്റീവിലോട്ട് പോവുക. ഇനി നോക്കി, ആനോടും കാഥോടും ഓർത്ത് കൊടുക്കാനുള്ള വഴി ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. പോസിറ്റീവ് ചാർജ് ഉള്ളവൻ പോകുന്നത് നെഗറ്റീവ് ചാർജ് ഉള്ളതിന്റെ ഭാഗത്തോട്ടാണ്. നെഗറ്റീവ് ഇലക്ട്രോണിനടുത്തോട്ടാണ് പോവുക. അവിടെ പോയിട്ട് അവൻ എന്ത് ചെയ്യും? ഇലക്ട്രോണുകളെ വാങ്ങിക്കും. ഇലക്ട്രോണിനെ വാങ്ങിച്ചാൽ റിഡക്ഷൻ അഥവാ നിരോക്സീകരണം, റിഡക്ഷൻ നടക്കുന്ന റോഡാണ് കാഥോഡ്. അപ്പോൾ കാഥോഡ് ഇവിടെ എന്താണ്? നെഗറ്റീവാണ്. സിമ്പിളായി പറഞ്ഞാൽ മെറ്റലുകളെല്ലാം പോകുന്നത് കാഥോഡ് ആയിരിക്കും. AlCl3 എന്ന് പറഞ്ഞ ഇലക്ട്രോളിസ് ഓഫ് AlCl3 എടുത്താലും CuCl2 എടുത്താലും ഏതൊരുവനിലും ഇലക്ട്രോളിസ് നടത്തിയാൽ പോസിറ്റീവ് ചാർജുള്ള മെറ്റലുകൾ, ലോഹങ്ങൾ എപ്പോഴും കാഥോഡാണ് വന്ന് അടിയുക എന്ന് ഓർക്കുക. അപ്പോൾ കാഥോഡിൽ ആരാണ് വരിക? അലുമിനിയമാണ് വരുന്നത്. അഥവാ നെഗറ്റീവ് ചാർജിൽ അലുമിനിയമാണ് വരുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നെഗറ്റീവ് റോഡിൽ മുഴുവനായി നമുക്ക് അലുമിനിയം കിട്ടി. പോസിറ്റീവ് റോഡിൽ മുഴുവനായിട്ട് നമുക്ക് എന്ത് കിട്ടി? ഓക്സിജൻ കിട്ടി. പിക്ചർ നിങ്ങൾ നോക്കണേ. കണ്ടെയ്നർ മുഴുവനായിട്ട് എന്ത് ചാർജാണ്? നെഗറ്റീവ് ചാർജാണ്. ഈ നെഗറ്റീവ് ചാർജിലെല്ലാം ആരാണ് വന്ന് അടിഞ്ഞത്? അലുമിനിയമാണ് വന്ന് അടിഞ്ഞത് അല്ലേ? നെഗറ്റീവ് റോഡിൽ മുഴുവനായിട്ട് അലുമിനിയം വന്ന് അടിഞ്ഞു. അപ്പോൾ കുറേ നേരം കഴിഞ്ഞാൽ ഈ കണ്ടെയ്നറിന്റെ വാളില്ലേ, ഈ കണ്ടെയ്നറിന്റെ ഭിത്തി, ഈ പാത്രത്തിന്റെ ഭിത്തിയുടെ വണ്ണം കൂടി വരുന്നതായിട്ട് കാണാം. ഈ കണ്ടെയ്നറിന്റെ വാൾ തിക്നെസ് കൂടി വരുന്നതായിട്ട് കാണാം. കാരണം എന്ത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കണം. എന്താണ്? അവിടെയെല്ലാം മെറ്റൽ ഡെപ്പോസിറ്റ് ആവുന്നു. ആര്? അലുമിനിയം ഡെപ്പോസിറ്റ് ആവുന്നു. ഇവിടെയെല്ലാം അലുമിനിയം ഇങ്ങനെ ഡെപ്പോസിറ്റ് ആവുന്നത് കൊണ്ട് ഇതിന്റെ തിക്നെസ് ഇങ്ങനെ കൂടി വരും. മറ്റൊന്ന് പോസിറ്റീവ് റോഡ് എന്താണ്? പോസിറ്റീവ് റോഡ് മുഴുവനായിട്ടും കാർബൺ റോഡാണ്.
ഈ കാർബൺ റോഡിലെല്ലാം വന്നിട്ട് ആരാണ് അടിയുക? പോസിറ്റീവ് റോഡിലൊക്കെ ആരാണ് വന്ന് അടിയുന്നത്? ഓക്സിജനാണ് വന്ന് അടിയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഈ പോസിറ്റീവ് റോഡിന് ചുറ്റുമായിട്ട് എന്ത് കാണാം? ബബിൾസ് കാണാം എന്ന് പറഞ്ഞ് എഴുതി നിർത്തരുത്. കുറേ നേരം കഴിഞ്ഞാലുണ്ടല്ലോ ഈ റോഡൊന്നും ഇവിടെ ഉണ്ടാവുകയേ ഇല്ല. ഇങ്ങനെ കാണുന്നില്ലേ ഈ പോസിറ്റീവ്? എന്തിനാ 5 വെച്ചിരിക്കുന്നത് അറിയാവോ? ഇതൊന്നും കുറേ നേരം കഴിഞ്ഞാൽ കാണാനേ പറ്റില്ല. ഇതെല്ലാം എന്തായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു? ഗ്യാസായി മാറിയിട്ടുണ്ടാവും. അതെങ്ങനെയാണ് സാർ? ഇവിടെ മക്കളെ എടുക്കുന്നത് കാർബൺ റോഡാണ്. ഈ കാർബൺ റോഡിലെല്ലാം വന്ന് പറ്റിപ്പിടിക്കുന്നത് ഓക്സിജനുകളാണ് അല്ലേ? ഈ ഓക്സിജനും കാർബണും കൂടെ ചേർന്നാൽ എന്തായി മാറും? കാർബൺ ഡൈ ഓക്സൈഡുകളായിട്ട് മാറും. ഈ കാർബൺ ഡൈ ഓക്സൈഡ് എല്ലാം നേരെ മുകളിലോട്ട് പോയി. അപ്പോൾ ഓരോ O2 വരുമ്പോഴും ഇവിടെ നിന്ന് ഓരോ കാർബണുകൾ വരും. ഒരു O2 വരുന്നു, ഒരു കാർബൺ വരുന്നു, CO2 ആയിട്ട് മാറി. അങ്ങനെ ഇവിടെ കാർബൺ എല്ലാ കാർബണുകളും എന്തായിട്ട് മാറും? കാർബൺ ഡൈ ഓക്സൈഡിലായിട്ട് മാറും. അപ്പോൾ കുറേ നേരം കഴിഞ്ഞാൽ ഈ റോഡ് ഇവിടെ ഉണ്ടാവില്ല. ഇത് മുഴുവനായി നശിച്ചു തീരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ ഓരോരുത്തരെയും എടുത്തു മാറ്റിയിട്ട് വീണ്ടും വേറെ കാർബൺ റോഡ് മുക്കി വെക്കണം. കുറേ സമയം കഴിയും തോറും ഇതിലെ കാർബൺ റോഡ് വെറുതെ റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യം എന്താണ്? മാറ്റി ഘടിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യം എന്താണ് എന്നൊരു ചോദ്യം വന്നാൽ മനസ്സിലാക്കേണ്ടത് എന്താണ്? പോസിറ്റീവ് റോഡിൽ വന്ന് അടിയുന്നത് ഓക്സിജനാണ്. ആ ഓക്സിജനും കാർബണും ചേർന്നാൽ കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് പോകുന്നതിനാലാണ് ഓരോ സമയത്തും നമ്മളെ ഇവിടെയുള്ള റോഡുകൾ റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യം വരുന്നത്. ക്ലിയർ ആണോ? അതിനപ്പുറത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞുതരാം. ഇവിടെ എടുക്കുന്ന Al2O3 എന്ന് പറഞ്ഞ ലിക്വിഡ് ഇല്ലേ, ഈ ലിക്വിഡിന്റെ മുകളിൽ കണ്ടോ നമുക്ക് പരിചയമേ ഇല്ലാത്ത, നമ്മൾ ഇതുവരെ അറിയാത്ത ഒരു ലെയറും കൂടി ഉണ്ട്. അത് കാർബൺ പൗഡറാ. കാർബൺ പൊടി ഇങ്ങനെ മേലെ ഇട്ടിരിക്കുന്നു. അതെന്തിനാണെന്ന് അറിയാവോ? ഈ കാർബൺ റോഡുകളെല്ലാം ഇതിലോട്ട് മുക്കി വെച്ചിരിക്കുകയാണ്. ഈ മുക്കി വെച്ചിരിക്കുന്ന കാർബണുകളും വരുന്ന ഓക്സിജനും ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡായി മാറിയാൽ ഇതിനകത്തുള്ള ഈ കാർബൺ റോഡുകളെല്ലാം തീർന്നോ ഇല്ലയോ എന്ന് നമുക്ക് എങ്ങനെയാണ് അറിയുക? അതിനകത്തുള്ള കാർബൺ തീർന്നിട്ടില്ല, കെമിക്കൽ റിയാക്ഷനും ഇപ്പോഴും നടക്കുന്നുണ്ട് എന്ന് നമ്മൾ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ അതിനകത്തുള്ള കാർബൺ എപ്പോഴേ തീർന്നിട്ടുണ്ടായിരിക്കും, കെമിക്കൽ റിയാക്ഷൻ നിന്നിട്ടുണ്ടായിരിക്കും, അലുമിനിയം ഒന്നും പോയിട്ട് താഴത്ത് ഡെപ്പോസിറ്റ് ആയിട്ടുണ്ടായിരിക്കില്ല. സമയം നഷ്ടമല്ലേ? ഇലക്ട്രിക്കൽ എനർജി നഷ്ടമല്ലേ? അത് അവിടെയുള്ള കാർബൺ തീർന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കാർബൺ പൗഡർ വെക്കുന്നത്. അതായത് ഇവിടെയുള്ള കാർബണുകളെല്ലാം തന്നെ തീർന്നാൽ പിന്നെ ഓക്സിജനുകൾ പോയി അടിയുന്നത് എവിടെയായിരിക്കും? ഇതേ റോഡിൽ ടച്ച് ചെയ്ത് കിടക്കുന്ന കാർബൺ പൗഡറിലായിരിക്കും. കണ്ടോ, ഈ ഇലക്ട്രോഡുകളിൽ ടച്ച് ചെയ്ത് കിടക്കുന്ന കാർബൺ പൗഡറിലായിരിക്കും. അപ്പോൾ ഈ ഓക്സിജൻ എല്ലാം ഇവിടെ വന്ന് ഈ റോഡുകളെല്ലാം തീർന്നാൽ പിന്നെ ഓക്സിജൻ വന്ന് അടിയുന്നത് എവിടെയായിരിക്കും? ഈ കാർബൺ പൗഡറുകളിലായിരിക്കും. ഈ കാർബൺ പൗഡറുകളിൽ ഓക്സിജൻ വന്നാൽ ഈ കാർബൺ പൗഡറും ഓക്സിജനും കൂടെ ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡ് മാറും. കുറച്ച് നേരം കഴിയുന്നതിനനുസരിച്ച് ഈ കാർബൺ പൗഡർ ഇവിടെ തീരും. ഇങ്ങനെ കാർബൺ പൗഡർ തീർന്നാൽ അല്ലെങ്കിൽ കാർബൺ പൗഡറിന്റെ അളവ് കുറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അതിനകത്തുള്ള കാർബൺ റോഡ് എപ്പോഴേ തീർന്നു എന്ന്. ആ കാർബൺ റോഡ് എടുത്തു മാറ്റി പുതിയ കാർബൺ റോഡ് വെക്കാൻ സമയമായി എന്ന് മനസ്സിലാക്കാനാണ് മുകളിൽ എന്ത് വെക്കുന്നത്? കാർബൺ പൗഡർ വെക്കുന്നത്. ഈ മുഴുവൻ കാര്യങ്ങളും സെറ്റാണ്, മുഴുവൻ കൺസെപ്റ്റും ക്ലിയർ ആണെങ്കിൽ ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായും നിങ്ങൾ കമന്റ് ബോക്സിൽ താഴത്ത് രേഖപ്പെടുത്തണം. കാരണം ഞാൻ മറ്റു പല ക്ലാസ്സുകളുടെയും ലൈവ് ക്ലാസ്സിന്റെയും സ്ലൈഡ് ഉണ്ടാക്കുന്നതിന്റെയും അല്ലാതെയും ഒരുപാട് തിരക്കുകൾക്കിടയിലാണ് 10ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകൾ പ്രിപ്പയർ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. മുഴുവൻ ടോപ്പിക്സും അത്ര ഈസി ആയിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സീരീസ് തന്നെ ആരംഭിച്ചിരിക്കുന്നത്. തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് തുറന്നും ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് തീർച്ചയായും കാണാം. ഏതാണ് വേണ്ടത് എന്നുള്ളത് താഴത്തെ കമന്റ് ചെയ്യുക. ഏത് ടോപ്പിക്ക് വേണമെന്നുള്ള കാര്യം എല്ലാവരും കമന്റ് ചെയ്യുക. മാക്സിമം ആളുകളോട് ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കംപ്ലീറ്റ് കാര്യം നിങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലായി വിചാരിക്കുന്നു. എന്ത് ഡൗട്ട്സ് ഞാൻ ശരിയാ വീണ്ടും അടുത്ത ക്ലാസ്സിൽ അടുത്ത കിടൽ ടോപ്പിക്ക് കാണാം. താങ്ക് യു.